എടാ, ഈ മോഹൻലാൽ ഫാൻസുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചൊറിച്ചിലിന്റെ ഭാഗം എന്ന് പറയുന്നത് എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയുടെ മഹാവിജയമാണ്. ഇനി എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയുടെ ബഡ്ജറ്റ് ഇപ്പം അവർ പറയുന്നത് ഇപ്പം കുറച്ച് 150 കോടിക്ക് താഴെ, അതായത് 140 താഴെ എന്നൊക്കെ ആക്കിയിട്ടുണ്ട്. അത് അവരുടെ ഒരു ഇതാണ്. കാരണം അതിന്റെ പ്രൊഡ്യൂസേഴ്സ് പോലും അത് സമ്മതിച്ചിട്ടില്ല. അപ്പം അതിന് തെളിവായിട്ട് നിങ്ങൾക്കൊരു വീഡിയോ ഞാൻ ഇതിന്റെ സൈഡിൽ പ്ലേ ചെയ്തിരിക്കാം. അപ്പം നിങ്ങൾ അതൊന്ന് കാണും. Right? So my take about the whole budget scenario is, when you see this film, what you think is the budget of the film. And I'm going to put a challenge out there. എന്നതാണ്. മാത്രമല്ല, ഇന്ത്യയുടെ ഇത്രയും വലിയൊരു പടം, അതായത് 180 ക്രോഡ്സ് ചെലവഴിച്ച് ഏറ്റവും നല്ല സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഏറ്റവും നല്ല ആക്ടേഴ്സ് അഭിനയിച്ച് ചെയ്തു കൊടുക്കും. ശരിക്കും 180 കോടിയിലൊക്കെ ഈ പടം നിന്നോ? ശരിക്കും പ്രചരണം കൂടിയാകുമ്പോൾ അതിന് മുകളിലേക്ക് പോകില്ലേ? യഥാർത്ഥത്തിൽ അതിന്റെ വസ്തുത അങ്ങനെ കൃത്യമായി പറയുക ശരിയല്ല. 180 അതിന്റെ പിന്നെ കാര്യങ്ങളൊക്കെ ഇനിയിപ്പോ മാർക്കറ്റിംഗ് ഒക്കെ ആയിട്ട് കൂടുതലേക്ക് പോകില്ല. ഈ സിനിമ എന്നത് അങ്ങനെയാണ്. പിന്നെ ഇത് അപ്പോൾ കണ്ടു കാണുമല്ലോ. അപ്പം 180 കോടി രൂപയെന്ന് ആരും പറഞ്ഞത്, വെളിയിലുള്ള ആരുമല്ല പറഞ്ഞത്. ആ സിനിമയെ അവസാനമായി ഏറ്റെടുത്ത നമ്മുടെ ഗോകുലം ഗോപാലൻ ചേട്ടൻ തന്നെയാണ് പറഞ്ഞത്. ആ സിനിമയ്ക്ക് 180 കോടിയാണ്. അപ്പം അവതാരകൻ ചോദിക്കുന്നുണ്ട് 150 കോടിയിൽ നിൽക്കുമോ എന്ന്. അപ്പം ഇല്ല, പിന്നെ അതിൻ്റെ GST ഒക്കെ വരും. GST എങ്ങനെ പോയാലും ഒരു 18% കുറഞ്ഞത് വരും. 28 നമുക്ക് വേണ്ട, 18 വിടും. 28 ആയിരിക്കാനാണ് സാധ്യത. എന്നാലും 18 പിടിച്ചാൽ പോലും 180ൻ്റെ 18% എന്ന് പറയുമ്പോഴത്തേക്കും തന്നെ ഒരു എങ്ങനെ പോലും 200-210 കോടി രൂപ അവിടെ എത്തും. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ പ്രൊമോഷൻ എക്സ്പെൻസ് ഒക്കെ വരൂലെന്ന് ചോദിച്ചപ്പോൾ സിനിമയിലെ കാര്യം അങ്ങനെയാണ് എന്ന് ഗോകുലം ഗോപാലൻ ചേട്ടൻ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇത് 228 കോടി രൂപയെന്ന് ആരോ പറഞ്ഞതൊക്കെ ഏകദേശം ശരിയായിട്ട് വരുന്ന കണക്കാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ സിനിമയുടെ ഇൻകം എന്ന് പറയുന്നത് ഇപ്പോൾ 250, 260 കോടി, 270 കോടി വൈ, 270 കോടി, 280 കോടി വൈ, 280 കോടി പോട്ട് 300 കോടി വൈ. 300 കോടിയൊന്നും ജന്മം ചെയ്താൽ എത്തൂല, അത് ഉറപ്പാണ്. ഞാൻ ഇപ്പോൾ മോഹൻലാലിനെ എതിർത്ത് വീഡിയോ ചെയ്യുന്നെന്ന് പറഞ്ഞ് നിങ്ങൾ താഴെ കമൻറ്റ് എടുത്തില്ല. ഞാൻ മോഹൻലാലിനെ എതിർത്തും ചെയ്യും, മമ്മൂട്ടി എതിർത്തും ചെയ്യും എന്ന് പറഞ്ഞ് മമ്മൂട്ടി ഇതാണ്, മമ്മൂട്ടി അതാണെന്നും പറഞ്ഞ് താഴെ കമൻറ്റ് ഉണ്ട്. മമ്മൂട്ടി വെറും വേസ്റ്റാണ് പോരെ. ഞാൻ പറയണം, മമ്മൂട്ടി വെറും വേസ്റ്റാണ് പോരെ. ഒരു നടനെന്ന നിലയിൽ മമ്മൂട്ടി വെറും പരാജയമാണ് പോരെ. സമ്മതിച്ചെത്തിരിക്കുന്നു. ഇനി മമ്മൂട്ടി ഇതാണ്, മമ്മൂട്ടി അതാണെന്ന് പറഞ്ഞ് താഴെ കമൻറ്റ് ഉണ്ട്. ഓക്കെ. അപ്പോൾ ഈ സിനിമ 300 കോടി നേടിയാൽ പോലും ഈ സിനിമയ്ക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ളത് പോലെ 30% പ്രൊഡ്യൂസറിന് കിട്ടുന്നത്. പോട്ടെ, നമുക്ക് 3-1 വയ്ക്കാം. 3-1 33% ആവും. എന്നാൽ പോലും 300 കോടി കിട്ടിയാൽ 100 കോടിയെ പ്രൊഡ്യൂസറിന് കിട്ടുള്ളൂ. അപ്പോൾ ഒരു 210-220 കോടി രൂപയാകുമ്പോൾ ഈ സിനിമയ്ക്ക് 120 കോടി രൂപ തിയേറ്റർ നഷ്ടം. എത്ര ഈ സിനിമ ബിസിനസ്സിലൂടെ പിടിച്ചെന്ന് പറഞ്ഞാൽ 120 കോടി രൂപ ബിസിനസ്സിലൂടെ എത്താനുള്ള സാധ്യത വളരെ കുറവ്. അത് മാത്രമല്ല, ഈ 220 കോടി രൂപയുടെ 100 കോടി രൂപയൊന്നും ഇവർക്ക് കിട്ടൂല. കാരണം ഈ 100 കോടി രൂപയ്ക്ക് താഴെ മാത്രമേ അതുവരെ ഷെയർ ആയിരുന്നുള്ളൂ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ 300 കോടി രൂപ ഇവർക്ക് കിട്ടുന്നത് എല്ലാം ഓവർസീസിൽ നിന്നാണ് കൂടുതൽ കിട്ടുന്നത്. അതൊക്കെ അവർ റൈറ്റ് വിറ്റതാണ് 30 കോടി രൂപയ്ക്ക്. അപ്പോൾ അതൊക്കെ അവിടെ പോയി. അപ്പം ഇതിനകത്ത് നിന്ന് ഏറ്റവും നല്ല രീതിയിൽ മലയാള സിനിമയിൽ നഷ്ടം വരുത്തി വെച്ച ഒരു സിനിമയായിരിക്കും എമ്പുരാൻ എന്ന് പറയുന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. പിന്നെ അവരുടെ കുറേ പ്രൊമോഷനും ബാക്കിയുള്ള കാര്യങ്ങളാണ് ഇത്രയെങ്കിലും കളക്ഷൻ എത്തിയത്. അല്ലാതെ ആ സിനിമയുടെ ക്വാളിറ്റി ഒന്നും ആ സിനിമയ്ക്കകത്തൊന്നുമില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷെ നമ്മൾ ഇനിയിപ്പോൾ പറയാം, കാരണം ആ സിനിമ ഏകദേശം റണ്ണ് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ. അപ്പോൾ ഇനി നമുക്ക് ആ സിനിമയെക്കുറിച്ച് വിമർശിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലേ. എന്ന് വെച്ചാൽ നമ്മൾ ആ സിനിമ ഇറങ്ങിയ സമയത്ത്, നമ്മളല്ലെങ്കിൽ ആ സിനിമ ഓടിക്കൊണ്ടിരുന്ന സമയത്ത് നമ്മൾ നല്ല രീതിയിൽ അതിനെ ഡീഗ്രേഡ് ചെയ്തെന്ന് നിങ്ങൾ പറയും. ഇങ്ങനെ ഇതൊക്കെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ സിനിമ ഇറങ്ങി പോയി കഴിഞ്ഞു. അപ്പോൾ ഇനി എനിക്ക് സിനിമയെ ഡീഗ്രേഡ് ചെയ്യണം, സിനിമ ഇതിൻ്റെ കളക്ഷനെ കുറയ്പ്പിക്കണം എന്നൊന്നും നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. അപ്പം നിങ്ങളുടെ ഒരു അഹംഭാവമായിരുന്നു ഈ സിനിമയുടെ ബഡ്ജറ്റ് 140 കോടിയുള്ളൂ. ആരാണ് അതിൻ്റെ അടുത്ത് പറഞ്ഞത് 200 കോടിയുള്ളൂ സിനിമയുടെ ബഡ്ജറ്റ്? ആര് പറഞ്ഞതെന്ന് കേട്ട് കഴിഞ്ഞാൽ ഇത് ഈ സിനിമയുടെ പ്രൊഡ്യൂസർമാരിൽ ഒരാളായിട്ടുള്ള ഒരാൾ തന്നെയാണ് പറഞ്ഞത്. ഇപ്പം മനസ്സിലായി കാണുമല്ലോ നിങ്ങൾക്ക്. അപ്പം ഇനി സംശയമൊന്നും ഇല്ലല്ലോ. സംശയങ്ങളെല്ലാം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് ഇടുക, അതിന് മറുപടി ഞാൻ തന്നെ തരാം. ഓക്കെ, നന്ദി, നമസ്കാരം.